നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച സൈനിക വൃത്തങ്ങൾ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി സൈനിക നടപടിയെക്കുറിച്ച് വിശദീകരിച്ചത്. ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാനുള്ള വ്യക്തമായ സന്ദേശമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയാണെന്നും പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാക് ഭീകര താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിർത്തി കടന്നുള്ള പാക് ആക്രമണത്തിന് മറുപടിയാണ് ഇന്ത്യ നൽകിയ തിരിച്ചടി. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ മിണ്ടുന്നില്ല. കാശ്മീരിലെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏറ്റവും നിഷ്ഠൂരമായ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. പഹൽഗാം ആക്രമണം നടന്ന് 14 ദിവസമായിട്ടും ഒരു നടപടി പോലും പാക് മണ്ണിലെ ഭീകരർക്കെതിരെ അവർ എടുത്തില്ല. തുടർന്നാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിർത്തി കടന്ന് ഇനി ഭീകരർ ഇന്ത്യയിലേക്ക് വരാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന് കീഴിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും വിക്രം മിശ്രി വിശദീകരിച്ചു. ബൈസൺ വാലിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു തുടങ്ങിയത്. പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തോയ്ബയാണ് ആക്രമണം നടത്തിയതെന്നും കശ്മീരിലെ സമാധാനവും ടൂറിസവും സാമ്പത്തിക വളർച്ചയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. തുടക്കത്തിലെ തന്നെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ അനുവാദമില്ലെന്ന് പറഞ്ഞിരുന്നു. സംഘർഷം ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് കൃത്യമായ വിവരശേഖരണത്തിന് ശേഷമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷി വിശദീകരിച്ചു. പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളാണ് തകർത്തതെന്നും സാധാരണക്കാർ ആക്രമണത്തിന് ഇരയായിട്ടില്ലെന്നും അവർ പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കിയെന്ന് വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പ്രതികരിച്ചു. ഭീകരാക്രമണത്തിന്റെ തീവ്രത വിവരിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിച്ചത്. പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം എന്നിവയുടെ ദൃശ്യങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധത്തിന് തെളിവ് ലഭിച്ചു. ഭീകരർ പാകിസ്ഥാനിലുള്ളവരുമായി ബന്ധപ്പെട്ടു. പാകിസ്ഥാൻ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മിടുക്കനാണെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. ഇന്ത്യ തകർത്തതിൽ ഒസാമ ബിൻ ലാദൻ പണം നൽകി നിർമ്മിച്ച ഭീകര പരിശീലന കേന്ദ്രവുമുണ്ട്. അജ്മൽ കസബ്, ഡേവിഡ് ഹെഡ്ലി ഉൾപ്പെടെയുള്ള ഭീകരർക്ക് പരിശീലനം ലഭിച്ച ട്രെയിനിങ് ക്യാമ്പും തകർത്തതായി സൈന്യം വ്യക്തമാക്കി. ഇതിന്റെ എല്ലാം ഉപഗ്രഹ ചിത്രങ്ങളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 8 പേർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 35 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. 2 പേരെ കാണാതായതായും പാക് IT മന്ത്രിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഹമ്മദ് ഷെരീഫ് അറിയിച്ചു. പാകിസ്ഥാനിലെ 8 പ്രദേശങ്ങളിലായി ഇന്ത്യ 24 ആക്രമണങ്ങൾ നടത്തിയതായി പാകിസ്ഥാൻ ആരോപിക്കുന്നു. അതേസമയം പാകിസ്ഥാനിലെ 4 പാക് അധീന കശ്മീരിലെ 5 ഇടങ്ങളിലുമായി 9 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യ തിരിച്ചടിച്ചതിൽ പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ രംഗത്ത് വന്നിരുന്നു. തീവ്രവാദത്തോട് ഒരിക്കലും ലോകം പൊറുക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എക്സിലൂടെയായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം. ഇന്ന് പുലർച്ചെയോടെയാണ് ഇന്ത്യ ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിന്റെയും ലഷ്കർ ഇ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യൻ ആർമിയുടെ തിരിച്ചടിയിൽ നിരവധി പേരാണ് പ്രതികരണം രേഖപ്പെടുത്തിയത്. ഭാരത് മാതാ കി ജയ് എന്നാണ് ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത്. കോൺഗ്രസ് സർക്കാരിന്റെയും സൈന്യത്തിന്റെ ഒപ്പമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടായെന്ന് അശോക് ഗെഹ്ലോട്ടും പ്രതികരിച്ചു.